ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? നല്ല അവക്കാഡോ ഷേക്കാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ്, പിന്നെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴേലൊക്കെ ഡെയിലി ഒന്നും മേടിക്കില്ല, എപ്പോഴേലൊക്കെ നമ്മൾ ഈ അവക്കാഡോ മേടിക്കുമ്പോൾ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഷേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാട്ടോ അവക്കാഡോ, നല്ല പഴുത്ത അവക്കാഡോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ എടുത്തിട്ടത് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ ഞാൻ പൾപ്പൊക്കെ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ പൾപ്പൊക്കെ എടുത്തതിന് ശേഷം ഇതൊരു അത്ര സിമ്പിളാണ് കേട്ടോ. കൂടുതൽ ഇൻഗ്രീഡിയൻസും ഒന്നുമില്ല. പിന്നെ നമുക്കിതിൽ ഈത്തപ്പഴം അതുപോലെ ബനാന ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് ഇല്ലേ, നമ്മളെ അവക്കാഡോയുടെ ടേസ്റ്റ് പോകും. പിന്നെ ബനാന അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കുക. അപ്പോൾ അവക്കാഡോ ഷേക്ക് ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് മാത്രം മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇതാട്ടോ പഴുപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല കാണാൻ നല്ലൊരു ഗ്രീൻ കളറായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഷേക്ക് അല്ലാതെ പല ഐറ്റത്തിലൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇതൊരു ചെറിയ അവക്കാഡോ ആണ് കേട്ടോ. പക്ഷേ ഇത് വെച്ചിട്ട് തന്നെ നമുക്കൊരു 4 ഗ്ലാസ്സോളം ഉണ്ടാക്കാം. നല്ല കട്ടിയിലായിട്ട് വരും. ഇതിന് ബട്ടർ ഫ്രൂട്ട് എന്നും പറയും കേട്ടോ. നല്ല ബട്ടറിൻ്റെ ഒരു ടേസ്റ്റാണിത്. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് നമുക്ക് നല്ല തണുത്ത പാലും ഒഴിക്കാം, അല്ലെങ്കിൽ ഞാൻ തിളപ്പിച്ചാറിയ പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇനി പാക്കറ്റ് പാലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തിളപ്പിച്ചാറിയ തണുത്ത പാലാണ്. അപ്പോൾ ഞാൻ ഇതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആവശ്യത്തിന് അവക്കാഡോ അനുസരിച്ചിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഇതന്നെ അടിച്ച് നല്ല ക്രീം രൂപത്തിലാകും കേട്ടോ. പിന്നെ 2 സ്പൂണോളം ഞാനിതാ തേനാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇനി മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ആ തേനിൻ്റെ ഒരു മധുരമാണെങ്കിൽ അത്രയും മതി കേട്ടോ. ഇനി ഇതത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാട്ടോ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാൻ തുറന്ന് നോക്കട്ടെ കേട്ടോ. നല്ല കട്ടിയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 3-4 ഗ്ലാസ്സോളം നമുക്കിത് കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് നട്ട്സുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ കുറച്ച് മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ബൂസ്റ്റ് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പം നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.